കുഞ്ഞുങ്ങളെ നോക്കിയുള്ള നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. എന്താണ് ആറ്റമെന്നും ആറ്റത്തിൻ്റെ അതായത് ഈ ടെക്സ്റ്റിനകത്തെ ഉൾപ്പെടുത്താത്ത കുറേ കാര്യങ്ങൾ, എക്സ്ട്രാ കാര്യങ്ങളൂടെ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങളത് പഠിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണത്, അതുകൊണ്ടാണത് പഠിക്കണമെന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഈ ചാപ്റ്റർ എന്തായാലും കംപ്ലീറ്റ് ആക്കാനാണ് നമ്മുടെ പ്ലാന്. അപ്പം അതിനായിട്ട് നമുക്ക് കുറച്ച് സ്പീഡിൽ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് വരുന്നത് ചോദിക്കുക. അതേപോലെ തന്നെ ലെക്ചർ എഴുതിയിടണമെങ്കിൽ ലെക്ചർ എഴുതിയിടുക. വീണ്ടും വീണ്ടും പറയുകയാണ്, ഇതിൻ്റെ നോട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സാധനം തന്നെയാണ് ഇതിൻ്റെ നോട്ട്. അപ്പം ടെക്സ്റ്റ് നന്നായിട്ട് പഠിക്കുക. പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ടെക്സ്റ്റിനകത്തെ ഉള്ളത് മാത്രമല്ല, കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ടൊന്ന് എഴുതി ലെക്ചറാക്കി എഴുതി വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കുറേ കൂടെ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഒന്ന് ബ്രഷപ്പ് ചെയ്യാനായിട്ട് ഉപകരിക്കും. ഓക്കെ. അപ്പം നമ്മൾ ഇന്നലെ പഠിച്ചത് എന്തായിരുന്നു? നമ്മൾ എവിടം വരെയായിരുന്നു പഠിച്ചത്? നോൺ മെറ്റാലിക് ക്യാരക്ടർ വരെയായിരുന്നു പഠിച്ചത്, അല്ലയോ? അപ്പം നോൺ മെറ്റാലിക് ക്യാരക്ടറിനകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. അതായത് ഈ മെറ്റാലിക് ഓക്സൈഡുകളെല്ലാം ബേസിക് മെറ്റാലിക് ഓക്സൈഡുകളെല്ലാം ബേസിക് ഓക്സൈഡാണ്. ഈ മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉദാഹരണം പറയാം. മെറ്റാലിക് ഓക്സൈഡ്, ഒരു മെറ്റൽ സോഡിയം, ഒരു ഓക്സിജൻ. അപ്പം സോഡിയം ഓക്സിജൻ കണ്ടോ, Na2O, ഇതൊരു മെറ്റാലിക് ഓക്സൈഡാണ്. ഇതിൻ്റെ പേര് സോഡിയം ഓക്സൈഡ് എന്നാണ്, സോഡിയം ഓക്സൈഡ്. ഓക്കെ. അടുത്തത് നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാം. തൊട്ടപ്പുറത്തുള്ള മെറ്റാലിക് ഓക്സൈഡ് മഗ്നീഷ്യം. അപ്പം MgO, ഇത് മഗ്നീഷ്യം ഓക്സൈഡാണ്. മഗ്നീഷ്യം ഓക്സൈഡാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താ? അലൂമിനിയം ഓക്സൈഡാണ്. Al2O3, ഇത് അലൂമിനിയം ഓക്സൈഡാണ്. അത് കഴിഞ്ഞിട്ട് സിലിക്കൺ ഡയോക്സൈഡ് ഉണ്ട്, SiO2, സിലിക്കൺ ഡയോക്സൈഡ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഫോസ്ഫറസ് പെൻഡോക്സൈഡാണ്, P2O5, അല്ലെങ്കിൽ ഫോസ്ഫറസ് ഓക്സൈഡുകളെന്ന് പറയാം. ഫോസ്ഫറസ് പെൻഡോക്സൈഡ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പം ഫോസ്ഫറസ് പെൻഡോക്സൈഡ് എന്നാണ് ഇതിന് പറയുക. അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്താ? അത് കഴിഞ്ഞിട്ട് വരുന്നത് സൾഫറാണ്. സൾഫർ ഡയോക്സൈഡ്, സൾഫർ ട്രയോക്സൈഡാണ്. സൾഫർ ഡയോക്സൈഡും ഉണ്ട് കേട്ടോ. സൾഫർ ട്രൈ ഓക്സൈഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ Cl2O7, അതായത് ക്ലോറേറ്റ്, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ്റെ ഓക്സൈഡാണ്. അത് ക്ലോറൈറ്റ് എന്ന് പറയും, ക്ലോറൈറ്റ്. ഓക്കെ. ഇതൊന്നും നിങ്ങൾക്ക് പേരൊന്നും ഇപ്പോൾ പഠിക്കാനില്ല, എന്നാൽ ഇതൊക്കെ അടുത്ത ചാപ്റ്ററുകളിലൊക്കെ ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ ലെഫ്റ്റിലുള്ളത് ഈ സോഡിയം മെറ്റലല്ലേ, മഗ്നീഷ്യം മെറ്റലല്ലേ, അലൂമിനിയം മെറ്റലല്ലേ, പിന്നെ ഇങ്ങോട്ട് സിലിക്കൺ തൊട്ട് ഇങ്ങോട്ട് ഇവരെല്ലാം എന്താ? നോൺ മെറ്റലാണ്. അപ്പം ഇവരെല്ലാം മെറ്റാലിക് ഓക്സൈഡ്. അതായത് ഈ മൂന്ന് ആൾക്കാർ മെറ്റാലിക് ഓക്സൈഡാണ്. മെറ്റാലിക് ഓക്സൈഡിന് ബേസിക് സ്വഭാവമായിരിക്കും. ബേസിക് സ്വഭാവം എന്താ? അതൊരു ബേസ് ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ബേസിക് നേച്ചർ ആയിരിക്കും. എന്നാൽ നോൺ മെറ്റാലിക് ഓക്സൈഡുകൾ ഇത്രയുണ്ടല്ലോ, ഇവർക്ക് അസിഡിക് നേച്ചർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ എക്രോസ് അത് വേണം എഴുതി ഇട്ടേക്കണം കേട്ടോ. അതായത് ബേസിക് നേച്ചറിനെ പറ്റി ഇത് എഴുതി ഇട്ടേക്കണം. അപ്പം എക്രോസ് എ പീരീഡ് നമുക്ക് എന്തെന്ന് മനസ്സിലാക്കാം? ബേസിക് നേച്ചർ ഡിക്രീസസ് എക്രോസ് എ പീരീഡ് എന്ത് സംഭവിക്കുന്നു? ബേസിക് നേച്ചർ എന്ത് ചെയ്യുന്നു? ബേസിക് നേച്ചർ ഡിക്രീസസ് ബട്ട് അസിഡിക് നേച്ചർ ഇൻക്രീസസ്. ഇൻക്രീസസ്. എന്നാൽ ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോഴോ, മോളിൽ താഴോട്ട് വരുമ്പോഴത്തേക്കും ബേസിക് നേച്ചറാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. മോളിൽ താഴോട്ട് വരുമ്പോഴത്തേക്കും ഡൗൺ എ ഗ്രൂപ്പ് ബേസിക് നേച്ചർ ഓഫ് ഓക്സൈഡ് ആണ് കേട്ടോ. ഓക്സൈഡിൻ്റെ ബേസിക് നേച്ചറാണ്. ബേസിക് നേച്ചർ ഓഫ് ഓക്സൈഡ് ഇൻക്രീസ്. ഓക്സൈഡ് ഓഫ് മെറ്റൽ എന്നും കൂടെ ചേർക്കണേ. മെറ്റലിൻ്റെയാണ് കൂടുന്നത്. മെറ്റൽ എന്ത് ചെയ്യുന്നു? ഇൻക്രീസസ്. അതായത് പീരിയോഡിക് ടേബിളിലെ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം മെറ്റലാണ്. ആ മെറ്റലിൻ്റെ ഓക്സൈഡിൻ്റെ ബേസിക് നേച്ചർ മുകളിൽ താഴോട്ട് വരുമ്പോൾ കൂടുന്നു. ഓക്കെ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും ബേസിക് നേച്ചർ കുറഞ്ഞു വരുന്നു, അസിഡിക് നേച്ചർ കൂടി വരുന്നു. ഓക്കെ ആണല്ലോ?
ക്ലിയർ ആണല്ലോ? ഒരു സെക്കൻഡ്. ഓക്കെ, സനയും മിഷേലും ഓക്കെ ആണോ? സന ഓക്കെ. ഇനി അടുത്തത് നമ്മൾ കെമിക്കൽ റിയാക്ടിവിറ്റിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കെമിക്കൽ റിയാക്ടിവിറ്റി എന്താ? ഈ കെമിക്കൽ റിയാക്ടിവിറ്റി, ഒരു എലമെൻറ്റ് കെമിക്കലി റിയാക്റ്റീവ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? അവന് എത്രയും പെട്ടെന്ന് ഇലക്ട്രോൺസിനെ കൊടുക്കാനോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഇലക്ട്രോൺസിനെ വാങ്ങിക്കാനോ കഴിവുള്ളവനാണ് പെട്ടെന്ന് റിയാക്റ്റീവ് ആവുന്നത്. അപ്പം മെറ്റൽസ് ആണല്ലോ, അത് നമ്മൾ പറഞ്ഞ മെറ്റൽ എന്ന് പറഞ്ഞാൽ ആരാന്നാണ് പറഞ്ഞത്? പെട്ടെന്ന് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുന്ന ആളിനെയാണ് മെറ്റൽ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഇലക്ട്രോണിനെ വാങ്ങുന്ന ആളിനെയാണ് നോൺ മെറ്റൽ എന്ന് പറയുന്നത്. അപ്പം പീരിയോഡിക് ടേബിളിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആൾ നല്ല റിയാക്റ്റീവ് ആണ്, റൈറ്റ് സൈഡിലുള്ള ആളും എന്തായിരിക്കും? നല്ല റിയാക്റ്റീവ് ആയിരിക്കും. ശരിയല്ലേ? നിങ്ങളൊന്ന് നോക്കിയേ. സോഡിയം, അത് കഴിഞ്ഞെന്താ? മഗ്നീഷ്യം, അത് കഴിഞ്ഞെന്താ? ഇവിടെ 13ാമത്തെ ഗ്രൂപ്പിൽ അലൂമിനിയം, പിന്നെന്താ? സിലിക്കണ്, പിന്നെന്താ? ഫോസ്ഫറസ്, പിന്നെന്താ? സൾഫർ, ക്ലോറിൻ. നിങ്ങൾ നോക്കിയേ, ഇവനും 2, 8, 1 ഉള്ളൂ, ഇവന് 2, 8, 7. ഇവൻ എത്രയും പെട്ടെന്ന് ഇലക്ട്രോൺസിനെ പെട്ടെന്ന് ലൂസ് ചെയ്യും, ഇവൻ എത്രയും പെട്ടെന്ന് ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും, ആണല്ലോ. അപ്പോൾ ഇവനും കെമിക്കലി റിയാക്റ്റീവ് ആണ്, ഇവനും കെമിക്കലി റിയാക്റ്റീവ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്രോസ് എ പീരീഡ് എന്ത് സംഭവിക്കുന്നു? എക്രോസ് എ പീരീഡ് എന്താണ് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? കെമിക്കൽ റിയാക്ടിവിറ്റി ഡിക്രീസസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇവനെക്കാട്ടിലും കെമിക്കൽ റിയാക്ടിവിറ്റി കുറവാണ് മഗ്നീഷ്യത്തിന്, അവനെക്കാട്ടിലും കുറവാണ് അലൂമിനിയത്തിന്, അവനെക്കാട്ടിലും കുറച്ചുകൂടെ കുറവാണ് ഇതിന്. പിന്നെ എന്ത് ചെയ്യുന്നു? പെതുക്കെ കൂടി വരും. ഓക്കെ ആണല്ലോ. അപ്പം എക്രോസ് എ പീരീഡ് ഫസ്റ്റ് കെമിക്കൽ റിയാക്ടിവിറ്റി ഡിക്രീസസ് and then increases എന്താണ്? increases. ഓക്കെ ആണല്ലോ. ആദ്യം കുറയുന്നു, പിന്നെ കൂടുന്നു. ഓക്കെ. അപ്പോൾ ഡൗൺ എ ഗ്രൂപ്പ് ആണെങ്കിലോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മോളിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ. പക്ഷേ ഇവിടെ 2 കേസുണ്ട്. മോളിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് ഇപ്പം നോക്കിയേ, സോഡിയം തൊട്ട് ഞാൻ ആ പീരിയോഡിക് ടേബിൾ എടുക്കാം. ഇവിടെ ശ്രദ്ധിച്ചോണം, മോളിൽ നിന്ന് താഴോട്ട് വരുമ്പം ലെഫ്റ്റ് സൈഡ് നിങ്ങൾ നോക്കണം, റൈറ്റ് സൈഡിലും നോക്കണം. ഇവിടെ ശ്രദ്ധിച്ചോണം, ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ഈ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം. ഇനി ഈ റൈറ്റ് സൈഡിലെ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇങ്ങനെ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഓക്സിജൻ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള 2 ഗ്രൂപ്പ് ഏതാ? 1ഉം 17ഉം ആണ് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള 2 ഗ്രൂപ്പ്. പക്ഷേ മോളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവരുടെ റിയാക്ടിവിറ്റി വേരി ചെയ്യുന്ന 2 രീതിയിലാണ്. ഇതിനകത്ത് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾ ആരാന്നറിയോ? ഫ്രാൻസിയോ എന്ന് പറയണ്ട, സീസിയം ആണ് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾ. ഓക്കെ. ഇതിനകത്ത് ഏതാണെന്നറിയാമോ? ഇതിനകത്ത് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾ ഫ്ലൂറിനാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ മോളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും റിയാക്ടിവിറ്റി കൂടി വരുന്നു. ഇവിടെ ഒന്ന് മോളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ റിയാക്ടിവിറ്റി കുറഞ്ഞു വരും. അപ്പം 2 സൈഡിലും, 2 ഡൗൺ എ ഗ്രൂപ്പ് ആണെങ്കിലും 2 സൈഡിലും ചെറിയ വേരിയേഷൻ ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇലക്ട്രോണിനെ കൊടുക്കുകയും ഒരാൾ ഇലക്ട്രോണിനെ മേടിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ആ വേരിയേഷൻ ഉണ്ടാകുന്നത്. ഓർത്തോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
എന്താണ് ഡൗൺ എ ഗ്രൂപ്പ് ദ മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ ഈസ് അറ്റ് ദ ബോട്ടം ഓഫ് ഗ്രൂപ്പ് 1. ഓക്കെ ആണല്ലോ. എന്താണ് പക്ഷേ ഇൻ കേസ് ഓഫ് നോൺ മെറ്റൽ ആണെങ്കിലോ ദ മോസ്റ്റ് റിയാക്ടിവിറ്റി മെറ്റൽ ഈസ് അറ്റ് ദി ടോപ്പ് ഓഫ് ഗ്രൂപ്പ് 70. അതും കൂടെ എഴുതി വെച്ചേക്കണം, അതുകൂടെ എഴുതി വെക്കണം, മസ്റ്റായിട്ടും അത് ഓർക്കണം. നോക്കിക്കോളൂ. In case of metals, reactivity depends on losing electrons. So down a group reactivity increases. That is the most reactive metal is at the bottom of the group 1. In case of non-metal metals, reactivity depends on gaining electrons. So down a group reactivity decreases. That is the most reactive metal, non-metal, most reactive non-metal is at the top of the group 70, that is fluorine. ക്ലിയർ ആണോ? കുഞ്ഞുങ്ങളെ? ക്ലിയർ ആണോ? കേൾക്കാമോ? സനയോടും മിഷലിനോടും ചോദിക്കുന്നേ. ഓക്കെ. ഇനി നമ്മൾ അടുത്ത പീരിയോഡിക് പ്രോപ്പർട്ടിയാണ് പഠിക്കാൻ പോകുന്നത്, അയോണൈസേഷൻ പൊട്ടൻഷ്യൽ. എന്താണ് അയോണൈസേഷൻ പൊട്ടൻഷ്യൽ? എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പോൾ സോഡിയം Na11, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്ര? 2, 8, 1. ഷെല്ല് നമുക്കിങ്ങനെ വരയ്ക്കാം. ഇത് സോഡിയത്തിൻ്റെ ന്യൂക്ലിയസ്, ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല്. ഞാൻ തേർഡ് ഷെല്ലിലെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഓക്കെ. അപ്പം ഈ അയോണൈസേഷൻ പൊട്ടൻഷ്യൽ അഥവാ അയോണൈസേഷൻ എനർജി എന്നും പറയാം, അല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി എന്നും പറയാം. ഓക്കെ. അയോണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയാം, അയോണൈസേഷൻ എനർജി എന്ന് പറയാം, അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. അതെന്താണെന്നറിയാമോ? എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെൽ. അതായത് ഏറ്റവും നമുക്കറിയാമല്ലോ, എന്തായാലും ഈ ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ സ്റ്റേബിൾ ആവും. ആ ഇലക്ട്രോണെ ലൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ടേക്ക് ഒരു എനർജി കൊടുക്കണം. അപ്പോൾ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് എ ഗേഷ്യസ് ന്യൂട്രൽ ആറ്റം എന്നാണ് പറയുന്നത്. ഗേഷ്യസ് ന്യൂട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പോൾ ഈ സോഡിയത്തിൻ്റെ ഗേഷ്യസ് ഫോമിലാവുമ്പോഴേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ?
ഇലക്ട്രോണിനെ ലൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോഡിയം എന്താണ് സോളിഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എനർജി കൊടുത്ത് അത് ഗേഷ്യസ് ആവും. ഗേഷ്യസ് ആകുമ്പോൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺസിനെ എടുക്കാൻ വേണ്ടി നമ്മൾ എന്തോരം എനർജി കൊടുക്കുന്നോ അതാണ് അതിൻ്റെ അയോണൈസേഷൻ എനർജി, അല്ലെങ്കിൽ അയോണൈസേഷൻ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ, അപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ന്യൂക്ലിയർ ചാർജ് വളരെ കൂടുതലാണെങ്കിൽ അയണൈസേഷൻ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? ന്യൂക്ലിയർ ചാർജ് വളരെ കൂടുതലാണ്, അയണൈസേഷൻ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? അതായത് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട എനർജി കൂടുതലോ കുറവാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൂടുതൽ കൊടുക്കണോ കുറവ് കൊടുക്കണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൂടുതൽ കൊടുക്കണമെന്ന് അഭിപ്രായം. ഇവിടെ കൂടുതൽ കൊടുക്കണം. മിഷേലിൻ്റെ അഭിപ്രായം കൊടുക്കണം. സനയുടെ അഭിപ്രായം കൂടുതൽ കൊടുക്കണം. ശരിയല്ലേ? അതായത് ന്യൂക്ലിയസിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ നല്ല രീതിയിൽ പിടിച്ചു വെക്കുന്നതിനാണ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. അത് കൂടുതലാണെങ്കിൽ അതിനർത്ഥം എന്താ? നമുക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഒത്തിരി എനർജി കൊടുത്താലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അയണൈസേഷൻ എനർജി കൂടുതലായിരിക്കും. അപ്പോൾ അയണൈസേഷൻ എനർജി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയർ ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 2, അയോണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഷെല്ലിൻ്റെ എണ്ണം കൂടുകയെന്ന് വിചാരിച്ചു. അതായത് ആറ്റോമിക് സൈസ് കൂടുക. ആറ്റോമിക് സൈസ് കൂടുമ്പോൾ നമുക്ക് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എളുപ്പമാണോ പാടാണോ? എളുപ്പമാണ്. കാരണം എന്താ? ആറ്റോമിക് സൈസ് കൂടുന്ന സമയത്ത് ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ഇത് കൂടുന്നു. ന്യൂക്ലിയസ് വീക്കായിട്ട് അതിനെ പിടിച്ചു വെക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടറുകൾ ഏതൊക്കെയാണ്? 1 ആറ്റോമിക് സൈസും 2 ന്യൂക്ലിയർ ചാർജും. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാം, എക്രോസ് എ പീരീഡ് എന്താ സംഭവിക്കുന്നത്? എക്രോസ് എ പീരീഡ് നോക്കി, ഇപ്പോൾ സോഡിയത്തിൽ നിന്ന് Na, അത് കഴിഞ്ഞിട്ട് മഗ്നീഷ്യം, അത് കഴിഞ്ഞിട്ട് അലൂമിനിയം, അത് കഴിഞ്ഞിട്ട് എന്താ സിലിക്കൺ, അത് കഴിഞ്ഞിട്ട് എന്താ സൾഫർ, അത് കഴിഞ്ഞിട്ട് ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ ആണല്ലോ. ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ നോക്കുവാണെങ്കിൽ നോക്കിയാൽ പീരിയോഡിക് ടേബിളിനകത്ത് നമുക്ക് നോക്കാം. തൊട്ട് മുകളിലത്തെ നോക്കുവാണെങ്കിൽ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഇത് അങ്ങനെ. അപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ സോഡിയത്തിൻ്റെ സൈസ് ഇത്രയാണ്, മാഗ്നീഷ്യത്തിൻ്റെ കുറച്ചുകൂടെ കുറവാണ്, അലൂമിനിയത്തിൻ്റെ കുറച്ചുകൂടെ കുറവാണ്, സിലിക്കണിൻ്റെ കുറച്ചുകൂടെ കുറവാണ്, ഫോസ്ഫറസിൻ്റെ കുറച്ചുകൂടെ കുറവാണ്, സൾഫറിൻ്റെ കുറച്ചുകൂടെ കുറവാണ്, ക്ലോറിൻ്റെ വളരെ കുറവാണ്. ഇങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? അപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പം എന്തുകൊണ്ടാണ് സൈസ് കുറയുന്നത്? ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. ന്യൂക്ലിയർ ചാർജ് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം റിമൂവ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ എനർജി കൊടുക്കണം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് തന്നെ എഴുതാം, എക്രോസ് എ പീരീഡ് എന്ത് സംഭവിക്കുന്നു? അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്നു? ഇൻക്രീസസ്. പക്ഷേ വിത്ത് സം എക്സെപ്ഷൻസ് എന്നും കൂടെ എഴുതിയണേ. വിത്ത് സം എക്സെപ്ഷൻസ്. ഉറങ്ങുവാണോ? എണ്ണീറ്റിരിക്കണം. ഓക്കെ, ഇവിടെ നോക്കിയോ. ഇനിയും നമുക്ക് അടുത്ത കാര്യം എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് ഈ എക്സെപ്ഷൻ എന്ന് പറയാൻ കാരണം, നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ആ അയണൈസേഷൻ ഗ്രൂപ്പ് പീരീഡ് 2ൻ്റെയും പീരീഡ് 3ൻ്റെയും അയണൈസേഷൻ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ അവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്ന പറഞ്ഞത്? കൂടും. നിങ്ങൾ ആ വാല്യൂസ് എല്ലാം ഒന്ന് നോക്കിയേ. ലിഥിയത്തിൻ്റെ വാല്യൂ എന്താ സനെ? അയ്യോ, ടെക്സ്റ്റ് ഇല്ല. ഓക്കെ, ശരി, ഞാനിവിടെ എഴുതി തരാം, നോക്കിക്കോളൂ. ലിഥിയത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നോക്കി. അതായത് ലിഥിയത്തിൻ്റെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ 520. അടുത്ത ബെർലിയം വരുമ്പോൾ അതിനേക്കാളും കൂടണമല്ലോ. കൂടണോ? 899 വരും. അടുത്തത് ബോറോൺ വരുമ്പോൾ അതിനേക്കാളും കൂടണമല്ലോ. പക്ഷെ അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്, കണ്ടോ, 801. ഇനിയും അടുത്തത് വരുമ്പോഴത്തേക്കും കാർബൺ 1086. അടുത്തത് നൈട്രജൻ വരുമ്പോഴത്തേക്കും 1402. അടുത്തത് ഓക്സിജൻ വരുമ്പോഴത്തേക്കും ഉണ്ടോ, വീണ്ടും ഒരു വ്യത്യാസമുണ്ട്, 1314 ഉള്ളൂ. അടുത്ത ഫ്ലൂറിൻ വരുമ്പം 1681. അടുത്തത് നിയോൺ വരുമ്പം 2080. നോക്കിയേ, ഇവിടെ എവിടെയൊക്കെയാണ് എക്സെപ്ഷൻ വന്നിരിക്കുന്നത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുന്ന സമയത്ത് അയണൈസേഷൻ പൊട്ടൻഷ്യൽ കൂടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബെർലിയത്തിൽ നിന്ന് ബോറോൺ വന്നപ്പോഴും കുറഞ്ഞു, നൈട്രജനിൽ നിന്ന് ഓക്സിജൻ വന്നപ്പോഴും ഓക്സിജനിലോട്ട് വന്നപ്പോഴും എന്ത് ചെയ്തു? കുറഞ്ഞു. അതിന് വേറെ കുറേ റീസൺ ഉണ്ട്, നമുക്ക് പഠിക്കാനില്ല.
+1 വരുമ്പോൾ പഠിക്കും. അപ്പോൾ ജനറലി എന്താ നമുക്ക് എടുക്കുക, എന്താ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ അയണൈസേഷൻ എനർജി കൂടും, വിത്ത് ആൻ എക്സെപ്ഷൻ ഇൻ കേസ് ഓഫ് ബെർലിയം ആൻഡ് ബോറോൺ ആൻഡ് നൈട്രജൻ ആൻഡ് ഓക്സിജൻ എന്ന് പഠിക്കാം. അതിൻ്റെ തൊട്ട് താഴെയും ഉണ്ട്, മഗ്നീഷ്യത്തിൽ നിന്ന് അലൂമിനിയത്തിലോട്ട് പോകുമ്പോഴും ഇവിടെ ഇപ്പം സോഡിയത്തിൻ്റേത് എണ്ണയുടേത് 496 വാല്യൂ തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റേത് 737 തന്നിരിക്കുന്നത്. അലൂമിനിയത്തിൻ്റേത് 577 തന്നിരിക്കുന്നത്. സിലിക്കണ്ടേത് 786 തന്നിരിക്കുന്നത്. ഫോസ്ഫറസ് 1011, സൾഫർ 999, ക്ലോറിൻ 1256, അതേപോലെ തന്നെ ആർഗൺ എന്ന് പറയുന്നത് 1520. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മഗ്നീഷ്യത്തിൽ നിന്ന് അലൂമിനിയത്തിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിച്ചത്? അല്ല, ശരിക്കും കൂടുമായിരുന്നു ചെയ്യേണ്ടത്, കുറഞ്ഞു. ഇവിടെ നോക്കിയേ, ഫോസ്ഫറസിൽ നിന്ന് സിലിക്കണിലോട്ട് പോകുമ്പോഴും എന്താ സംഭവിച്ചത്? കൂടുമായിരുന്നു ചെയ്യേണ്ടത്, പക്ഷേ എന്ത് സംഭവിച്ചു? കുറഞ്ഞു. അപ്പോൾ ജനറലി നമുക്ക് എന്തെടുക്കാം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ അയണൈസേഷൻ എനർജി കൂടുമെന്ന് എടുക്കാം, പക്ഷേ വിത്ത് സം എക്സെപ്ഷൻസ് ഉണ്ട്. ക്ലിയർ ആണോ മിഷേൽ? ക്ലിയർ ആണോ? ഓക്കെ. ഇനിയും ഡൗൺ എ ഗ്രൂപ്പിനകത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഡൗൺ എ ഗ്രൂപ്പ്, ഇപ്പം ലിഥിയം, സോഡിയം, ഡൗൺ എ ഗ്രൂപ്പ് വരുമ്പോഴത്തേക്കും അയണൈസേഷൻ എൻതാൽപ്പി എന്താ നമുക്കറിയാം, കുറവാണ്. കാരണം എന്താണെന്നറിയോ? ഇപ്പം ലിഥിയത്തിന് 2 ഷെല്ലേ ഉള്ളൂ, ന്യൂക്ലിയസുമായിട്ട് തൊട്ടടുത്തായിരിക്കും രണ്ടാമത്തെ ഷെല്ല് ഇരിക്കുന്നത്. അടുത്തത് സോഡിയത്തിന് 3 ഷെല്ലുണ്ട്, അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ സൈസ് കൂടുതലാണ്, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് കുറച്ചുകൂടെ ദൂരെയാണ്. അടുത്തത് പൊട്ടാസ്യം വരുന്ന സമയത്ത് 4 ഷെല്ലുണ്ട്, ഇല്ലേ, കുറച്ചുകൂടെ ദൂരെയാണ്, അപ്പം ന്യൂക്ലിയർ ചാർജ് കുറച്ചുകൂടെ താഴോട്ട് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അയണൈസേഷൻ എനർജി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സൈസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൂടിക്കൊണ്ടിരിക്കും. ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞുകൊണ്ടിരിക്കും എന്നല്ല പറഞ്ഞത്, ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കുറയുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോണിനെ പെട്ടെന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡൗൺ എ ഗ്രൂപ്പ് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഡൗൺ എ ഗ്രൂപ്പ് എന്ത് സംഭവിക്കും? ഡൗൺ എ ഗ്രൂപ്പ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. ഇനി ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി ഓർത്ത് വെച്ചോണം, ഹീലിയത്തിനാണ്. ഹീലിയം, അതായത് ഹീലിയം വിൽ ഹാവ് ഹയസ്റ്റ്, ഹീലിയം വിൽ ഹാവ് ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് =2372 കിലോ ജൂളാണ്. ഈ എനർജി എല്ലാം കിലോ ജൂളിലാണ്, കിലോ ജൂൾ പെർ മോളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. കിലോ ജൂൾ പെർ മോൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനിയും ഏറ്റവും കുറവ് അയണൈസേഷൻ എനർജി സീസിയത്തിനാണ്, അത് 375 വരുന്നത്. സീസിയം അല്ലേ, സീസിയം വിൽ ഹാവ് ലോവസ്റ്റ് അയണൈസേഷൻ എനർജി അല്ലെ അയണൈസേഷൻ പൊട്ടൻഷ്യൽ വാല്യൂ വിച്ച് ഈസ് =375 കിലോ ജൂൾ പെർ മോൾ ആണ്. കിലോ ജൂൾ പെർ മോൾ അല്ലെ കിലോ ജൂൾ മോൾ റേസ്റ്റ് -1 എന്ന് എടുക്കാം. അപ്പം നമുക്ക് ജനറലി ഇങ്ങനെ എടുക്കാം, മെറ്റൽസിന് അയണൈസേഷൻ എൻതാൽപ്പി കുറവും നോൺ മെറ്റൽസിന് അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലൊന്നും എടുക്കാം. അതും വേണമെങ്കിൽ ജനറലായിട്ട് എഴുതി കിട്ടണം. എന്താണ്? മെറ്റൽസ് ഹാവ് ലോ അയണൈസേഷൻ എൻതാൽപ്പി, metals have high ionization enthalpy. ക്ലിയർ ആണോ? മിഷേൽ ക്ലിയർ ആണോ? ആരോൺ ക്ലിയർ? സന ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമ്മൾ പുതിയൊരു പീരിയോഡിക് പ്രോപ്പർട്ടിയെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ പേര് ഇലക്ട്രോൺ അഫിനിറ്റി എന്നാണ്. അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അഫിനിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും അതിനോടുള്ള താല്പര്യം, അതിനോടുള്ള ഇഷ്ടം, നമ്മളിപ്പോൾ ഈ പറയുകയാണെങ്കിൽ ലവ് എന്ന് പറയുന്നൊരു അഫിനിറ്റിയാണ് ഇല്ലേ? സ്നേഹം ഒരു അഫിനിറ്റിയാണ് ഇല്ലേ? എനിക്ക് ബിരിയാണി തിന്നാൻ ഭയങ്കര ഇഷ്ടം, എനിക്ക് ബിരിയാണിയോട് ഭയങ്കര അഫിനിറ്റിയാണ് ഇല്ലേ? എനിക്ക് കുഴിമന്തി തിന്നാനാണ് ഇഷ്ടം, എനിക്ക് കുഴിമന്തിയോട് വലിയ അഫിനിറ്റിയാണ്. എനിക്ക് ഐസ്ക്രീം തിന്നാനാണ് ഇഷ്ടം, എനിക്ക് ഐസ്ക്രീമിനോട് വലിയ അഫിനിറ്റിയാണ്. എനിക്ക് ചോക്ലേറ്റ് തിന്നാനാണ് ഇഷ്ടം, എനിക്ക് ചോക്ലേറ്റിനോട് ഭയങ്കര അഫിനിറ്റിയാണ്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ വിചാരിച്ചാൽ മതി, ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണോടുള്ള ഒരു സ്നേഹം, ഇലക്ട്രോണോടുള്ള ഒരു പ്രേമം, ഇലക്ട്രോണോടുള്ള ഇഷ്ടം, എന്ത് വേണം പറയാം. ഓക്കെ. അപ്പം നമുക്ക് ഇലക്ട്രോൺ അഫിനിറ്റി എന്താണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതായത് ഇലക്ട്രോണോടുള്ള സ്നേഹം ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ എന്താ, ജനറലായിട്ട് പറയുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോണോടുള്ള ഒരു താല്പര്യം എന്നാണ് നമ്മൾ ഈ ഇലക്ട്രോൺ അഫിനിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ
അതിൻ്റെ ഡെഫിനിഷൻ പരമായിട്ട് പറയുകയാണെങ്കിൽ എന്താണെന്നറിയോ, ഒരു ഇലക്ട്രോൺ, ഞാനിപ്പോൾ പറയാം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം. അത് ഇലക്ട്രോൺ അഫിനിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അഫിനിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇപ്പം ക്ലോറിൻ്റെ കേസ് എടുക്കാം. 17 ആണ്, 2 8 7. സ്റ്റേബിൾ ആവാൻ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? സ്റ്റേബിൾ ആകത്തുള്ളൂ. ഇപ്പം ഞാൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ, ഇവരിപ്പം ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കാണത്തില്ലേ? ഓക്കെ, അതായത് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2 ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ബെഞ്ചിൽ 3 പേരാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ബെഞ്ചിൽ 4ാമത്തെ ഒരാളിനെ ഉൾക്കൊള്ളണം. ഇപ്പം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ 4ാമത്തെ ഒരാളിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് നീങ്ങണം, അല്ലെങ്കിൽ ആരോൺ ഇങ്ങോട്ട് നീങ്ങണം, അല്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാൽ മാത്രമേ 4ാമത്തെ. പക്ഷേ 4 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ടോ? 4 അല്ല, 5 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് അല്ലേ? ഈ ബെഞ്ചിൽ 5 പേരാണ് പ്ലസ് ടുക്കാരിയിരിക്കുന്നത്. അപ്പോൾ 5 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ കുറച്ച് അറേഞ്ച്മെൻറ്റ് ചെയ്താൽ മാത്രമേ 4ാമത്തെ ആണല്ലോ 5ാമത്തെ ആണല്ലോ ഇപ്പം നിലവിലിരിക്കാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? അല്ല, ചുമ്മാ വന്നിരിക്കാൻ പറ്റുമോ? ചുമ്മാ വന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മടിയിലൊക്കെ കയറി ഇരിക്കേണ്ടി വരും. ശരിയല്ലേ? ഇല്ലേ? ചിലപ്പോൾ അവൻ്റെ ഒരു കാല് നമ്മുടെ കാലേ കൊള്ളും, അല്ലെ അവളുടെ ഒരു കാല് നമ്മുടെ കാലേ കൊള്ളും, നമ്മുടെ മടിയിൽ കയറിയൊക്കെ ഇരിക്കും. അങ്ങനെ ഒരു പ്രശ്നം വരും. ഓക്കെ, അപ്പോൾ ഇവിടെ അതേപോലെ തന്നെയാണ്. ഇവിടെ ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഒരു ഇലക്ട്രോണിനെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ചുമ്മാ അങ്ങോട്ട് ഇലക്ട്രോണിനെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഇലക്ട്രോണിനെ അവിടെ കൊണ്ട് വെക്കണമെങ്കിൽ അവിടെ കുറച്ച് സ്പേസ് ഉണ്ടാക്കണം. സ്പേസ് ഓൾറെഡി ഉണ്ട്, എന്നാൽ അവിടെ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യണം. അങ്ങ് ചിന്തിച്ചാൽ മതി. ആ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ ആ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന എനർജീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. എന്താണ്? അതായത് അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ വേറെ പേരെന്താണെന്നറിയോ? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഈ എൻതാൽപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് എനർജി എന്നുള്ളത് ചിന്തിച്ചാൽ മതി. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പം പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന എത്ര എനർജിയാണോ അതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. മനസ്സിലാവുന്നുണ്ടോ? ഓൺലൈൻ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു ഗേഷ്യസ് ആയിട്ടിരിക്കും. നിങ്ങൾ എപ്പോഴും ആലോചിച്ചോണം, ഇലക്ട്രോണിനെ പുറത്തോട്ട് വലിച്ചെടുക്കണമെങ്കിലും ഇലക്ട്രോണിനെ അകത്തോട്ട് കൊടുക്കണമെങ്കിലും ആ ആറ്റത്തിൻ്റെ ഗേഷ്യസ് ഫോമിൽ ആയിരിക്കണം. സോളിഡ് ഫോമിലായി കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിനെ വലിച്ചെടുക്കാനോ തിരിച്ചെടുക്കാനോ പറ്റത്തില്ല. അത് +1 പഠിക്കും. ഓക്കെ, തൽക്കാലം നിങ്ങളിത് മനസ്സിലാക്കി വെച്ചേക്കുക. ഒരു ഗേഷ്യസ് ആറ്റത്തിനകത്ത് ഇലക്ട്രോണിനെ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സമയത്ത്, ഇലക്ട്രോണിനെ ആൾ ഗെയിൻ ചെയ്യുന്ന സമയത്ത് അവൻ്റെ അതിനകത്തുനിന്ന് കുറച്ച് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്താൽ മാത്രമേ ആ ഇലക്ട്രോണിനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ പറ്റത്തുള്ളൂ. ആ പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന എനർജിയാണ് ആരോൺ ഇവിടെ ശ്രദ്ധിക്കണം. അവിടെ ഇവിടെ നോക്കിയിരിക്കില്ല, ഇടിക്കും ഞാൻ. അതായത് പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന എനർജി, ആ എനർജീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അഥവാ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. എന്താണ്? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ എന്തുമാത്രം എനർജി റിലീസ് ചെയ്യുന്നോ അതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഇക്വേഷൻ ജനറലി നമുക്കിങ്ങനെ എഴുതാനുണ്ട്. ഒരു എക്സ് എന്ന് പറയുന്ന ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ആറ്റം, അതിനകത്ത് ഒരു ഇലക്ട്രോണിനെ എനിക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എന്തായിട്ട് മാറും? ഇത് ആറ്റമാണ്, അതെന്തായിട്ട് മാറും? ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു അയോൺ ആയിട്ട് മാറും, അല്ലയോ? 1-. പക്ഷേ ഇതിൻ്റെ കൂടെ കുറച്ച് എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യും. ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്ന എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യും. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഓക്കെ, അപ്പം നമുക്ക് ഇത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് നേരത്തെ ഇലക്ട്രോൺ അയണൈസേഷൻ എൻതാൽപ്പിനെ എന്തൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു? ന്യൂക്ലിയർ ചാർജും ആറ്റോമിക് സൈസും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇല്ലേ? ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ കൂടുതൽ അയണൈസേഷൻ എനർജി കൊടുക്കണം. സൈസ് കൂടിയാൽ എന്ത് സംഭവിക്കുന്നു? കുറവ് കൊടുത്താൽ മതി, ഇല്ലയോ? ഇവിടെയും 2 ആൾക്കാരെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് എന്തൊക്കെയാണ്? ആറ്റോമിക് സൈസും ന്യൂക്ലിയർ ചാർജും. ഞാൻ ആറ്റോമിക് സൈസ് എങ്ങനെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ആറ്റത്തിൻ്റെ സൈസ് കുറവാണെന്ന് വിചാരിച്ചു. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ രണ്ട് ആറ്റം വരയ്ക്കാം. ഇവിടെ ശ്രദ്ധിച്ചോണം, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോണം. അതായത് ഒരാറ്റം ഇതാണ് ന്യൂക്ലിയസ്, അതിൻ്റെ ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല് ഇങ്ങനെ ഇരിക്കും. വേറൊരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണിത്, അതിൻ്റെ ഫസ്റ്റ് ഷെല്ല്, അതിൻ്റെ സെക്കൻഡ് ഷെല്ല് ഇങ്ങനെ ഇരിക്കുക. ഇതിനകത്ത് വലിയ ആറ്റം ഇതാണെന്ന് നമുക്കറിയാം, ചെറിയ ആറ്റം ഇതാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇതിനകത്ത് ആർക്കായിരിക്കും ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലെന്നറിയാമോ? ഇവനായിരിക്കും. കാരണം എന്താ അറിയോ? ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ന്യൂക്ലിയസ് അവനെ അട്രാക്ട് ചെയ്യാൻ പാകത്തിലിരിക്കും. മനസ്സിലായോ? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ശക്തി കുറച്ച് കൂടുതലായിരിക്കണം.
അപ്പം സൈസ് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ന്യൂക്ലിയസിൻ്റെ ശക്തി കൂടുതലായിരിക്കും. അപ്പോൾ വെളിയിൽ കൂടെ പോകുന്ന ഏതെങ്കിലും ഒരു ഇലക്ട്രോണെ അവിടോട്ട് വലിച്ചെടുക്കാനുള്ള ഇത് ന്യൂക്ലിയസിന് കാണും. എന്നാൽ സൈസ് കൂടുതലുള്ളവന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ന്യൂക്ലിയസിൽ നിന്ന് ഒത്തിരി അകന്നാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല് നിൽക്കുന്നതും കൊണ്ട് അവിടെ ഒരു ഇലക്ട്രോണെ കൊണ്ടുവെക്കാനായിട്ടുള്ള ഒരു കഴിവ് അതിന് കാണത്തില്ല. അപ്പം ആറ്റോമിക് സൈസ് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. സ്മോളർ സൈസ്, അതായത് സ്മോളർ അറ്റോമിക് സൈസ് ഗ്രേറ്റർ ഇലക്ട്രോൺ അഫിനിറ്റി. അതേപോലെ തന്നെ ന്യൂക്ലിയർ ചാർജ് എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു സൈസ് കുറവാണെങ്കിൽ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെന്ന് അർത്ഥം ഇല്ലേ? അപ്പം ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിലും എന്ത് സംഭവിക്കും? അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കൂടും. അപ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അട്രാക്ട് ചെയ്യും, ഇലക്ട്രോൺ അഫിനിറ്റി കൂടും. അപ്പോൾ അതും എഴുതി വെച്ചേക്കണം. ഗ്രേറ്റർ ന്യൂക്ലിയർ ചാർജ് ഗ്രേറ്റർ അഫിനിറ്റി, ഗ്രേറ്റർ ഇലക്ട്രോൺ അഫിനിറ്റി. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ആ പീരീഡിലും ഗ്രൂപ്പിലും ഉള്ള ഇതൊന്നും നോക്കിയാലോ. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. എന്താ? നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ന്യൂക്ലിയർ ചാർജ് കൂടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി എന്ത് ചെയ്യും? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പം ന്യൂക്ലിയർ ചാർജ് കൂടും. ന്യൂക്ലിയർ ചാർജ് കൂടുക എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടുകയെന്ന് അർത്ഥം. അപ്പം ഇലക്ട്രോണിനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇലക്ട്രോൺ അഫിനിറ്റി എന്ത് ചെയ്യും? കൂടും. ശരിയല്ലേ? അപ്പോൾ നമുക്കത് എഴുതാമല്ലോ. എക്രോസ് എ പീരീഡ് എന്ത് സംഭവിക്കുന്നു? പീരീഡ് ഇലക്ട്രോൺ അഫിനിറ്റി ഇൻക്രീസസ്. എന്തുകൊണ്ടാണ്? ആസ് എന്താണ്? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. അപ്പം ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി ആർക്കായിരിക്കും? ഗ്രൂപ്പ് 1-നാണോ ഗ്രൂപ്പ് 17-നാണോ? ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതൽ 17-ന്. അപ്പം ഗ്രൂപ്പ് 17 ഹാസ് മോർ എന്താണ്? മോർ അല്ലെങ്കിൽ ഹാസ് ഹൈയസ്റ്റ് വാല്യൂ ഫോർ ഇലക്ട്രോൺ അഫിനിറ്റി. ഗ്രൂപ്പ് 1 ഹാസ് ലോവസ്റ്റ് വാല്യൂ ഫോർ ഇലക്ട്രോൺ അഫിനിറ്റി. നിങ്ങളുടെ ടേബിൾ അതിനകത്ത് നോക്കിയാൽ മതി ഇലക്ട്രോൺ അഫിനിറ്റിയുടേത്. ഞാനത് ടേബിളിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാൻ നോക്കിയോളൂ. അതായത് ഗ്രൂപ്പ് 1-നകത്ത് ഹൈഡ്രജൻ, അത് കഴിഞ്ഞിട്ട് ലിഥിയം, സോഡിയത്തിൻ്റെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ -73, ഇത് -60, ഇത് -53. ഇങ്ങോട്ടേക്ക് പോകുമ്പം ഹാലജൻ്റെ വാല്യൂ ഒരു തന്നിരിക്കുന്നത് നോക്കിയോ. ഫ്ലൂറിൻ്റെ വാല്യൂ -328, എന്താണ് -349. കണ്ടോ? ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അയണൈസേഷൻ ലോവസ്റ്റ് വാല്യൂ ഇവിടെയാണ്. ഇത് നെഗറ്റീവ് വരാൻ കാരണം എന്താണെന്ന് പറയുക, അയണൈസേഷൻ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് വാല്യൂ വരുന്നത്. നെഗറ്റീവ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. വാല്യൂ ഇവിടെ ഏറ്റവും കുറവ്, ഇവിടെ ഏറ്റവും കൂടുതൽ നിർത്താൻ മതി. ഓക്കെ ആണല്ലോ? എപ്പോഴും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത് നെഗറ്റീവിലായിരിക്കും വരിക. പിന്നെ നമ്മുടെ ഇതിന് മാത്രമേ ഉള്ളൂ, നോബിൾ ഗ്യാസിന് മാത്രമേ ഉള്ളൂ പോസിറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരുന്നത്. അതും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അത് ഓക്കെ. ഇനി ഡൗൺ എ ഗ്രൂപ്പ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡൗൺ എ ഗ്രൂപ്പ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആറ്റോമിക് സൈസ് കൂടുക. ആറ്റോമിക് സൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനുള്ള കഴിവ് കുറയും അല്ലേ? അപ്പോൾ ഡൗൺ എ ഗ്രൂപ്പ് ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസസ് ആസ് അറ്റോമിക് സൈസ് ഇൻക്രീസസ്. ഇനി ഇതിനകത്തൊരു എക്സെപ്ഷൻ ഉണ്ട്. ഡൗൺ എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ഇലക്ട്രോൺ അഫിനിറ്റി എന്താണ്? കുറയുക അല്ലേ? അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ചോണം. നമ്മുടെ ഗ്രൂപ്പ്
ഗ്രൂപ്പ് 17 നോക്കുകയാണ്. ഗ്രൂപ്പ് 17ൽ ഫസ്റ്റ് ആളാരാ? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ ആണല്ലോ. ഗ്രൂപ്പ് 16ൽ ഫസ്റ്റ് ആളാരാ? ഓക്സിജൻ. അത് കഴിഞ്ഞിട്ട് ആരാ? ഓക്സിജൻ്റെ താഴെ സൾഫർ. അത് കഴിഞ്ഞ് സൾഫറിൻ്റെ താഴെ ആരാ? സെലീനിയം അല്ലേ? ആ പോട്ടെ, അത് കുഴപ്പമില്ല, ഒന്നും അറിയത്തില്ല. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ താഴോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞേ? താഴോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ത് ചെയ്യും? കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫ്ലൂറിനെക്കാട്ടിലും കുറവായിരിക്കും ക്ലോറിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്സിജനെക്കാട്ടിലും കുറവായിരിക്കും സൾഫറിന്. പക്ഷേ ഇവിടെ മാത്രം എന്തായിരിക്കും എന്നറിയോ? നേരെ തിരിച്ചാണ്. ഫ്ലൂറിനായിരിക്കും കുറവ്. സാധാരണ ഏതിനാണ് കുറവ് വരേണ്ടത്? ഡൗൺ എ ഗ്രൂപ്പ്. ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും എക്സെപ്ഷൻ കാര്യമാണ് പറയുന്നത്. അതായത് ഡൗൺ എ ഗ്രൂപ്പ് എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺ അഫിനിറ്റി എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആണോ? അപ്പം ഇവിടെയും ഡൗൺ എ ഗ്രൂപ്പ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ത് ചെയ്യും? കുറയും, ആണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂറിനെക്കാട്ടിലും കുറവ് അയണൈസേഷൻ അല്ല ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും ആർക്കാണ് വരേണ്ടത്? ക്ലോറിന്. ഓക്സിജനേക്കാളും കുറവ് ആർക്കാണ് വരേണ്ടത്? സൾഫറിന്. പക്ഷേ ഇവിടെ ഓക്സിജനും ഫ്ലൂറിനുമാണ് ഏറ്റവും കുറവ് വരുന്നത്. അതിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും ഇത്. അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതിൻ്റെ കാരണം ഈ ഓക്സിജനും ഫ്ലൂറിനും സൈസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് അതിൻ്റെ കാരണം. അപ്പോൾ അതും കൂടെ ഒന്ന് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് നോട്ട് ചെയ്യാം. നോക്കിക്കോളൂ. ആസ് ആൻ എക്സെപ്ഷൻ in group 17 fluorine has lower EA. Fluorine has lower EA than chlorine. And in group 16 oxygen has lower EA than sulfur. This is because the size of fluorine and oxygen is very small. As a result there are strong inter-electronic repulsion. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇലക്ട്രോണിക് റിപ്പൾഷൻ inter-electronic repulsion കാണാമോ? ഓക്കെ സർ. Inter-electronic repulsion and thus incoming electron does not feel much attraction. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ കാര്യം ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇതെന്താണെന്നറിയോ? ഫ്ലൂറിൻ എത്ര? ഫ്ലൂറിൻ 9 ആണ്, ആണോ? ഫ്ലൂറിൻ 9 അല്ലേ? ആണ്. അപ്പോൾ 2 7 ആണ്. അപ്പോൾ 2 ഷെല്ല്. ഇത് ഫ്ലൂറിൻ ന്യൂക്ലിയസ് ആണ്, ഫസ്റ്റ് ഷെൽ. ഇത് സെക്കൻഡ് ഷെൽ. ഓക്കെ ആണല്ലോ. ഫ്ലൂറിൻ്റെ സൈസ് വളരെ കുറവ്. അപ്പം ഇവിടെ ഒന്നാമത്തേതിൽ 2 ഇലക്ട്രോൺസ്, രണ്ടാമത്തേതിൽ 7 ഇലക്ട്രോൺസ് ഇല്ലേ? ഈ ഫ്ലൂറിൻ്റെ സൈസ് കുറവായതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസും മൂന്നാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസും തമ്മിൽ ഒരു സൈസ് കുറഞ്ഞു വന്നു. ഇപ്പം ഞാനും ദിവ്യയും ഇലക്ട്രോൺസാണ്. നമ്മൾ അടുത്തോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ തമ്മിൽ നല്ലതായിട്ട് റിപ്പൾഷൻ സംഭവിക്കും. അപ്പോൾ റിപ്പൾഷൻ നമ്മൾ തെള്ളി മാറും.
അപ്പം അപ്പം റിപ്പൾഷൻ സംഭവിച്ചിട്ട് തെള്ളി മാറുവാണെങ്കിൽ അതിനർത്ഥം എന്തുവാ? ന്യൂക്ലിയസ്, അവനാണ് ന്യൂക്ലിയസിന് നമ്മുടെ മേൽ ഒരു കൺട്രോളും ഉണ്ടാകത്തില്ല എന്നർത്ഥം. അപ്പം വേറൊരു ഇലക്ട്രോണിനെ എനിക്ക് ഇവിടെ കൊണ്ട് വെക്കാൻ പറ്റുമോ? ന്യൂക്ലിയസിന് ഒരു അട്രാക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ദിവ്യ എന്നെ തെള്ളി പുറത്ത് കളയുക. മനസ്സിലായിക്കോണം. ഈ രണ്ടാമതിരിക്കുന്ന ദിവ്യ എന്ന് പറയുന്ന കുട്ടി, അപ്പുറത്തിരിക്കുന്ന ആരോൺ എന്ന് പറയുന്ന കുട്ടൻ, അല്ലയോ? ഓക്കെ. അപ്പോൾ അത് ന്യൂക്ലിയസ് എന്താണ്, ഇത് ഇലക്ട്രോണ്, ഞാനും ഇലക്ട്രോണ്. ഓക്കെ ആണല്ലോ. അപ്പം ഈ സൈസ് കുറവായതുകൊണ്ട് തന്നെ എൻ്റെ ഷെല്ലും അതേപോലെ തന്നെ ദിവ്യ ഇരിക്കുന്ന ഷെല്ലും അടുത്താണ്. അപ്പം ഞങ്ങൾ തമ്മിൽ നല്ല റിപ്പൾഷനാണ്. റിപ്പൾഷൻ വരുന്ന സമയത്ത് എന്നെ തെള്ളി കുറച്ചുകൂടെ അങ്ങ് ദൂരോട്ട് കളയുമ്പോഴത്തേക്കും എന്താണ്, ഇലക്ട്രോണിനെ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ന്യൂക്ലിയസ് നല്ലതായിട്ട് ആ വരുന്ന ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്ത് അവിടെ പിടിച്ചിരുത്തണം. പക്ഷേ ഈ ഷെല്ലുമായിട്ടുള്ള ദൂരം കൂടുന്തോറും ന്യൂക്ലിയസിന് ആ കഴിവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സിലായി? അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അവർക്ക് കുറവായിരിക്കും എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ കാരണം. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഡ്യൂ ടു സ്മോൾ സൈസ് ദെയർ ഈസ് ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ ബിറ്റ്വീൻ എന്താണ് സെക്കൻഡ് ഷെൽ ആൻഡ് തേർഡ് ഷെൽ. സോ എന്താണ്, ഈ ന്യൂക്ലിയസിന് കാൺട്ട് എന്താണ് അട്രാക്ട് ദ എന്താണ് ഇൻകമ്മിങ് ഇലക്ട്രോൺ വിത്ത് എ ഗ്രേറ്റർ ഈസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? സന ക്ലിയർ ആണോ? മിഷേൽ ക്ലിയർ ആണോ? ഓക്കെ. ഇനിയും ഒരെണ്ണം കൂടെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളൂ. അത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. അതുകൂടെ പറയാം. ഇലക്ട്രോ നെഗറ്റിവിറ്റി നോക്കിക്കോളൂ. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇപ്പം രണ്ട് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ, ഇവിടെ ശ്രദ്ധിച്ചോണം, രണ്ട് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യുമ്പോൾ ആ ഇപ്പം ഒരാറ്റത്തിൻ്റെ ഒരു ഇലക്ട്രോൺ ഒരാൾ മേടിക്കുകയും, അതായത് രണ്ട് ആറ്റം കമ്പൈൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പം സോഡിയവും ക്ലോറിനും കമ്പൈൻ ചെയ്യുക. സോഡിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ, ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഓക്കെ. അപ്പം ക്ലോറിന് സ്റ്റേബിൾ ആവണമെങ്കിൽ ഒരെണ്ണം വേണം, സോഡിയത്തിന് സ്റ്റേബിൾ ആവണമെങ്കിൽ ഒരെണ്ണം കൊടുക്കണം, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഇവർ രണ്ടുപേരും അടുത്തോട്ട് വന്നിട്ട് ഇവനെ ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ട് വേണ്ടി ഇങ്ങനെ, അതായത് ഇത് നമുക്കൊരു ഡോട്ടായിട്ട് വരയ്ക്കാം. നോക്കിയോ, ഇങ്ങനൊരു ബോണ്ട് ഫോം ചെയ്യും. നോക്കിയോ, ക്ലോറിനിവിടെ കണ്ടോ? ഇങ്ങനെയാണ് ശരിക്കും നിങ്ങൾ ഈ കാണുന്ന NaCl നിങ്ങൾ ഇങ്ങനെയല്ലേ എഴുതുന്നത്? ഇങ്ങനെ ഫോം ചെയ്തതിന് കാരണം ഇതാണ്. അപ്പോൾ ഇവിടെ ഒരാൾ കൊടുത്തു, ഒരാൾ വാങ്ങിച്ചു. ഇവൻ കൊടുത്തു, ഇവൻ വാങ്ങിച്ചു. ഓക്കെ ആണല്ലോ. അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഇവർ തമ്മിലൊരു ബോണ്ട് ഫോം ചെയ്തല്ലോ. ഇത് ഈ ബോണ്ടിനെ, ഈ ക്ലോറിനെ സംബന്ധിച്ച് ക്ലോറിൻ നല്ല ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് ഈ രണ്ട് ഇലക്ട്രോണിനെയും ക്ലോറിൻ്റെ അടുത്തോട്ട് നീക്കി വെക്കും. അതായത് ഈ ഷെയർ ചെയ്തിരിക്കുന്ന രണ്ട് ഇലക്ട്രോണിനെയും എന്ത് ചെയ്യുന്നറിയോ? ക്ലോറിൻ്റെ അടുത്തോട്ട് നീക്കി വെക്കും. ആ നീക്കി വെക്കാനുള്ള ആ ആറ്റത്തിൻ്റെ കഴിവിനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെറ്റാണോ? ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ഇൻ എ മോളിക്യൂൾ ടു അട്രാക്ട് ഷെയർഡ് പെയർസ് ഓഫ് ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ് സെൽഫ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഡയമെൻഷൻലെസ് പ്രോപ്പർട്ടി ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. പിന്നെ അതിനെ നമുക്ക് അളക്കാൻ പറ്റും. അതിനെ അളക്കുന്ന സ്കെയിൽ എന്ന് പറയുന്നത് പോളിംഗ് സ്കെയിലാണ്. ലീനസ് പോളിംഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് അത് കണ്ടുപിടിച്ചത് 1932. ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്, പിന്നെ ഓക്സിജനാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അപ്പം നിങ്ങളൊന്ന് കാര്യം ആലോചിച്ച് നോക്കിയേ. ഈ ക്ലോറിൻ്റെ ന്യൂക്ലിയസ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ടല്ലേ അപ്പുറത്തുള്ളവൻ്റെ ഇലക്ട്രോണേയും കൂടെ അവൻ വലിച്ച് അവൻ്റെ അടുത്തോട്ട് വെച്ചത്. അപ്പം ഇവിടെയും രണ്ട് ഫാക്ടർ അല്ലേ ഇലക്ട്രോ നെഗറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? എന്താ? ന്യൂക്ലിയർ ചാർജും ആറ്റോമിക് സൈസും. അതായത് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ ഷെയർ ചെയ്തിരിക്കുന്ന തൊട്ടപ്പുറത്തെ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിനെ ഇവൻ്റെ ന്യൂക്ലിയസ് വലിച്ച് ഇങ്ങോട്ട് വെക്കും. ഓക്കെ. ആറ്റോമിക് സൈസ് കുറവാണെങ്കിലും എന്ത് സംഭവിക്കും? തൊട്ടടുത്തുള്ളവനെ എന്ത് ചെയ്യും? പിടിച്ചിങ്ങോട്ടേക്ക് വലിച്ചു വെക്കും. ഓക്കെ ആണല്ലോ. അപ്പം നമുക്ക് എക്രോസ് എ പീരീഡ് എന്ത് സംഭവിക്കും? എക്രോസ് എ പീരീഡ് എന്താ സംഭവിക്കുന്നത്? എക്രോസ് എ പീരീഡ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്, ന്യൂക്ലിയർ ചാർജ് കൂടുമെന്ന. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തും കൂടും? ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കൂടും. ഡൗൺ എ ഗ്രൂപ്പ് എന്ത് സംഭവിക്കുമെന്നാണ് പഠിച്ചത്? ആറ്റോമിക് സൈസ് കൂടുമെന്നാണ് പഠിച്ചത്. ആറ്റോമിക് സൈസ് കൂടിയാൽ ന്യൂക്ലിയർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കുറയും. ഓക്കെ ആണല്ലോ. ഇത് രണ്ടുമേ ഉള്ളൂ ഇതിനകത്ത് നമുക്ക് പറയാനായിട്ട്. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും എക്സെപ്ഷൻ ഉണ്ടോ എന്നൊന്ന് നോക്കിക്കോട്ടെ. പിന്നെ നോബിൾ ഗ്യാസിൻ്റെ കാര്യം പറയുമ്പം നോബിൾ ഗ്യാസിന് ഓട്ടോമാറ്റിക്കലി
ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കംപ്ലീറ്റ്ലി ഫിൽ ആയതുകൊണ്ട് അവർ ഇലക്ട്രോണിനെ ഇപ്പോൾ സോഡിയം ക്ലോറിനും മേടിക്കുകയും കൊടുക്കുകയും ചെയ്ത പോലെ അവന്മാർ മേടിക്കുകയും കൊടുക്കുകയും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോ നെഗറ്റിവിറ്റി അവരെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. പിന്നെ ആരാണോ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ കഴിവ് അവനായിരിക്കും ഇലക്ട്രോൺ നെഗറ്റീവ്, ശരിയല്ലേ? ആണോ? അപ്പം മെറ്റൽ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാൻ കഴിവുള്ളവനാണോ കൊടുക്കാൻ കഴിവുള്ളവനാണോ? മെറ്റൽ ഇലക്ട്രോൺ എപ്പോഴും കൊടുക്കാൻ കഴിവുള്ളവനാണ്. അപ്പോൾ അവന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പൊതുവേ കുറവായിരിക്കും. മനസ്സിലായോ? അതും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇത്രയുമേ ഉള്ളൂ നമുക്ക് പറയാനായിട്ട്. പിന്നെ നമുക്ക് അറ്റോമിക് നമ്പർ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ക്ലാസ് എടുത്ത് നാളെ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. നാളെ എന്ന് പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ നോക്കിക്കോളൂ. ഞാൻ രണ്ട് കാര്യം പറയാം. റെപ്രസെൻറ്റേഷൻ ഓഫ് എലമെൻറ്റ്, റെപ്രസെൻറ്റേഷൻ ഓഫ് എലമെൻറ്റ്. ഒരു എലമെൻറ്റിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എക്സ് എ ഇസഡ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ ശ്രദ്ധിച്ചോണം. എക്സ് എ ഇസഡ്. ഇതിൽ എ എന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയും. ഇസഡ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ എന്ന് പറയും. എന്താണ്? എ എന്ന് പറയുന്നത് മാസ് നമ്പർ, ഇസഡ് ആറ്റോമിക് നമ്പർ. ഈ ആറ്റോമിക് നമ്പർ എന്താണെന്നറിയാമോ? ഒരാറ്റത്തിലുള്ള പ്രോട്ടോണിൻ്റെയോ ഇലക്ട്രോണിൻ്റെയോ എണ്ണത്തെയാണ് നമ്മൾ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ എന്ന് പറയുമ്പം പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോൺ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനിയും നമുക്കിപ്പം എന്താണ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. സോഡിയം Na 1123. അതിനർത്ഥം ഇതിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ട്? 11. എത്ര ഇലക്ട്രോൺ ഉണ്ട്? 11. എത്ര ന്യൂട്രോൺ ഉണ്ട്? ന്യൂട്രോണിനെ കണ്ടുപിടിക്കാൻ A - Z ചെയ്താൽ മതി. A - Z ചെയ്യുമ്പം 23 - 11 നമുക്ക് 12 ന്യൂട്രോൺ കിട്ടും. സെറ്റാണോ? ക്ലിയർ ആണല്ലോ? ആണോ? ഇനിയും ഒരു കാര്യം കൂടെ, N/P റേഷ്യോ എന്ന് പറയുന്ന സംഭവം കൂടെ പഠിക്കാനുണ്ട്. അതായത് ഇപ്പം ന്യൂട്രോൺ ബൈ പ്രോട്ടോൺ റേഷ്യോ 1 ആണെങ്കിൽ ആ എലമെൻറ്റ് സ്റ്റേബിൾ ആയിരിക്കും. എന്താണ്? അതായത് ന്യൂട്രോൺ ബൈ പ്രോട്ടോൺ റേഷ്യോ ഓൾമോസ്റ്റ് 1 ആണെങ്കിൽ, എറൗണ്ട് 1 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 1 ആണെങ്കിൽ ആ എലമെൻറ്റ് സ്റ്റേബിൾ ആയിരിക്കും. ഇനി N/P ചെയ്യുമ്പോൾ നമുക്ക് 1.5 അതിൽ കൂടുതലോ കിട്ടുവാണെങ്കിൽ ആ എലമെൻറ്റുകളെല്ലാം റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. അതും കൂടെ ഓർത്ത് വെച്ചോണം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, സോഡിയത്തിനെ സംബന്ധിച്ചിടത്തോളം സോഡിയത്തിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണം എത്ര? 12. പ്രോട്ടോണിൻ്റെ എണ്ണം എത്ര? 11. അപ്പം 12/11 ചെയ്യുമ്പോൾ എന്തായാലും ഒരു 1.1 വരത്തുള്ളൂ അല്ലേ? അപ്പം ഓൾമോസ്റ്റ് എന്താ 1-ന് അതുകൊണ്ട് അവർ സ്റ്റേബിളാണ്. നേരെ മറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു ആരാ ചോദിച്ചത്? ഓർഗനസോണിൻ്റെ കാര്യം ആരാ ചോദിച്ചത്? ചോദിച്ചു. ഓർഗനസോണോ ഒക്റ്റിയമോ അല്ലെങ്കിൽ ഉംബീലിയമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്താ 118, 119 അതിൻ്റെയൊക്കെ പേരായി പറഞ്ഞത് ഏതാ? നമ്മൾ മറ്റേ F ബ്ലോക്ക് എലമെൻറ്റ്സ് താഴെ തന്നിരിക്കുന്ന ആൾക്കാരുടെ പറഞ്ഞില്ലേ, ലോറൻസിയം. അപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ പേരാണ് പറയുന്നത്. അതിൻ്റെ ഒക്റ്റിയം അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. അപ്പം അവരൊക്കെ റേഡിയോ ആക്റ്റീവാണ്. കാരണം അവരുടെ ന്യൂട്രോൺ ബൈ പ്രോട്ടോൺ റേഷ്യോ എന്ന് പറയുന്നത് 1.5-നേക്കാട്ടിലും കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ? ഇത്രയുമേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത് പറയാൻ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തൊന്ന് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. മിഷേൽ ഓക്കെ ആണോ? മിഷേലെ? ഓക്കെ സർ.